കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ എങ്ങും ദൃശ്യം 3 ഏറ്റവും വലിയ വൈറലായിരുന്നു. കാരണം എന്താണ്? മോഹൻലാൽ ദൃശ്യം 3യെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയും വലിയൊരു പാൻ ഇന്ത്യൻ ലെവലിൽ വൈറലാകാൻ കാരണം. അത് ശരിക്കും പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുകയും ചെയ്തു. ഈ ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു ശേഷമാണ് പല പ്രേക്ഷകരും അറിഞ്ഞത് മോഹൻലാൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞു എന്നത്. ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിച്ച ചിത്രമായിരുന്നു ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ദൃശ്യം. മികച്ച തിരക്കഥയുടെയും അഭിനയ മുഹൂർത്തങ്ങളുടെയും പിൻബലത്തിൽ സിനിമാ ആസ്വാദകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടായി. ചിത്രത്തിന് മൂന്നാം ഭാഗം ഒരുങ്ങുന്നു എന്ന തരത്തിൽ വാർത്തകൾ പല സമയങ്ങളിലായി ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സംവിധായകനായ ജിത്തു ജോസഫ് ഇതിനെയെല്ലാം നിഷേധിച്ചിരുന്നു. ഇപ്പോഴത്തെ ദൃശ്യം മൂന്നാം ഭാഗത്തെ പറ്റിയുള്ള അപ്ഡേറ്റുകൾ എത്തിച്ചിരിക്കുകയാണ് മോഹൻലാൽ. അതെ, ദൃശ്യം 3 അപ്പോൾ മുതലാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ട്രെൻഡായത്. എക്സ് പ്ലാറ്റ്ഫോമിൽ ഹാഷ്ടാഗിൽ ദൃശ്യം 3 ഏറ്റവും വലിയ വൈറലായപ്പോൾ പ്രേക്ഷകരും അത്ഭുതത്തോടെയാണ് നോക്കിയത്. എന്താണ് പെട്ടെന്ന് ദൃശ്യം 3യുടെ കാര്യം പറയാൻ കാരണമെന്നല്ലേ? മലയാളികൾ മാത്രമല്ല, നോർത്ത് ഇന്ത്യൻ പ്രേക്ഷകർ പോലും ശരിക്കും ഇത് കേട്ട് അത്ഭുതപ്പെട്ടു. കാരണം മോളിവുഡിൽ വേണം ആദ്യം ഇത് പിറക്കാൻ, അതിനുശേഷം വേണമല്ലോ റീമേക്കുകൾ സംഭവിക്കുന്നത്. എന്നാൽ പാൻ ഇന്ത്യൻ ഹിറ്റായി എന്ന് മോഹൻലാൽ തന്നെ സമ്മതിക്കുകയാണ്. ഒന്നാം ഭാഗത്തിന് 6 വർഷത്തിന് ശേഷം ഞങ്ങൾ ദൃശ്യം 2 പ്ലാൻ ചെയ്തപ്പോൾ കോവിഡ് വന്നു. എന്നാൽ ആ കോവിഡും ദൃശ്യം രണ്ടാം ഭാഗവും മലയാള സിനിമയ്ക്ക് തുറന്നു നൽകിയത് വലിയ വാതിലുകളാണ്. കാരണം ലോകത്താകമാനമുള്ള പ്രേക്ഷകർ ദൃശ്യം കണ്ടു. ലൂസിഫറിനായി ഞാൻ ഗുജറാത്തിൽ പോയപ്പോൾ ഫ്ളാറ്റിൽ വെച്ച് മോഹൻലാൽ അല്ലേ ദൃശ്യം എന്നൊക്കെ ഗുജറാത്തികൾ എന്നോട് വന്ന് സംസാരിച്ചു. ദൃശ്യം 2 കണ്ടതിന് ശേഷം നിരവധി പേരാണ് മലയാള സിനിമകൾ കാണാൻ ആരംഭിച്ചത്. മലയാളത്തിനെ പാൻ ഇന്ത്യനാക്കിയ പടമാണ് ദൃശ്യം. ഇപ്പോൾ ഞങ്ങൾ ദൃശ്യം 3 ചെയ്യാനുള്ള ശ്രമത്തിലാണ്. മോഹൻലാൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ബറോസിന്റെ തമിഴ് വെർഷന്റെ റിലീസിന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാൽ മനസ്സ് തുറന്ന് സംസാരിച്ചത്. ദൃശ്യം 3യുടെ വരവിനെ കുറിച്ച് മോഹൻലാൽ കൂടി അറിയിച്ചപ്പോൾ ഇത് ഏകദേശം ഉടൻ തന്നെ സംഭവിക്കുമെന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്നത്. അതിന് പിന്നാലെ ദൃശ്യം 3യെ കുറിച്ചുള്ള മൂവി അനലിസ്റ്റുകളുടെ റിപ്പോർട്ടും വന്നു. 2026 സംഭവിക്കാൻ സാധ്യതയുള്ള ദൃശ്യം 3യുടെ റിപ്പോർട്ടാണ് അവർ നേരത്തെ തന്നെ പുറത്തുവിട്ടത്. ദൃശ്യം 3 എന്തായാലും കൺഫേം ആയി എന്നതിപ്പോൾ മോഹൻലാൽ കൂടി പറഞ്ഞപ്പോൾ ഉറപ്പിച്ചു. 2026 പ്രോജക്റ്റ് ആണ് ദൃശ്യം 3 എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി ലഭിക്കുന്ന വിവരങ്ങൾ. മലയാളത്തിൽ ത്രില്ലർ സിനിമയ്ക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് നൽകിയ ചിത്രമായിരുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ദൃശ്യം. ജോർജ് കുട്ടിയും കുടുംബവും അവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങളും മലയാളി പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചപ്പോൾ രണ്ടാം ഭാഗവും സിനിമയ്ക്കുണ്ടായി. ഇന്ത്യയും കടന്ന് ചൈനീസും കൊറിയനും ഉൾപ്പെടെ നിരവധി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. മലയാളത്തിലെ ആദ്യ 50 കോടി ചിത്രമായിരുന്നു ദൃശ്യം. 2013 ഡിസംബർ 19 പുറത്തിറങ്ങിയ ചിത്രം അന്നുവരെയുള്ള എല്ലാ റെക്കോർഡുകളുമാണ് തകർത്തെറിഞ്ഞത്. 75 കോടിയായിരുന്നു ആദ്യ ഭാഗം തിയേറ്ററിൽ നിന്നും നേടിയത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളിലേക്ക് ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. മോഹൻലാലിനൊപ്പം മീന, അൻസിബ ഹസൻ, ആശ ശരത്, സിദ്ദിഖ്, എസ്തർ അനിൽ എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. 2021 ഫെബ്രുവരി 19 ദൃശ്യം രണ്ടാം ഭാഗം പുറത്തിറങ്ങുന്നത്. ആമസോൺ പ്രൈമിലൂടെ OTT റിലീസായിട്ടായിരുന്നു ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയത്. അതിന് പാൻ ഇന്ത്യൻ റീച്ച് കിട്ടി. ഇനിയിപ്പോൾ ദൃശ്യം 3യുടെ വരവാണ്. ദൃശ്യം 3 ഒരുക്കുക അതിലും വലിയ ലാർജ് സ്കെയിലായിരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. കാരണം ആശീർവാദിന്റെ നിർമ്മാണത്തിൽ മോഹൻലാൽ കൂടി ലൈവായിട്ട് തന്നെ ദൃശ്യം 2നെ കുറിച്ചുള്ള ഒരു റെസ്പോൺസ് അറിഞ്ഞപ്പോൾ ദൃശ്യം 3 ആ ഒരു സ്കെയിലിലേക്ക് അവർ ഉയർത്തും എന്നതിൽ യാതൊരു സംശയമില്ല. ഇനി ബോളിവുഡ് എന്ത് ചെയ്യുമെന്നാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. സംയുക്തമായ സംരംഭമാകുമോ എന്നത് വലിയൊരു ചോദ്യമായി മാറുന്നുണ്ട്. അടുത്തിടയ്ക്ക് അങ്ങനെയും ചില വാർത്തകൾ ബോളിവുഡുകാർ പറഞ്ഞിരുന്നു. ബോളിവുഡും മോളിവുഡും ഒരുമിച്ച് ദൃശ്യം 3 ഇറക്കാൻ സാധ്യതയുണ്ട് എന്നത്.